ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി മിളകായ്പൊടി, ചട്നിപ്പൊടി, ദോശപ്പൊടി, ഇഡ്ലിപ്പൊടി എന്നൊക്കെ അറിയപ്പെടുന്ന ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലേ. അപ്പോൾ അധികം ലേറ്റാവാതെ റെസിപ്പിയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 15 കാശ്മീരി മുളകും 15 ചുവന്ന മുളകും എടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയും, 1 ഗ്ലാസ് ഉഴുന്ന് പരിപ്പും, 1/2 ഗ്ലാസ് കടലപ്പരിപ്പും, 1/2 ഗ്ലാസ് തുവരപ്പരിപ്പും, 2 ടേബിൾ സ്പൂൺ വൈറ്റ് റൈസും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കായും എടുത്തിട്ടുണ്ട്. ഇനി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാവട്ടെ. ചൂടായ പാനിലേക്ക് ഞാനിവിടെ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് വറവാവുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ റീൽസായിട്ടും ഷോർട്സ് ആയിട്ടൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ പൊടിദോശ, പൊടി ഇഡ്ഡലി എന്നൊക്കെ. ഈ റെസിപ്പി ഫോളോ ചെയ്ത് നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ വ്യൂസിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അരി ഇവിടെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിൽ തന്നെ ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെയാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വട്ടം നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇതൊരുപാട് നാളത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. സ്റ്റോർ ചെയ്തെടുത്ത് വെക്കാനുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ഏത് സാധനം വറുത്തെടുക്കുമ്പോഴും അത് നന്നായിട്ട് വറവായിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്താൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഉഴുന്നിൻ്റെ കളർ ഇവിടെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം ആവുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് മാറ്റി എടുക്കാം. അതേ സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കടലപ്പരിപ്പും തുവരപ്പരിപ്പും വറുത്തെടുക്കുന്നുണ്ട്. എണ്ണ ഒഴിക്കാതെയും നമുക്കിത് വേണമെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ എണ്ണ ഒഴിച്ചിട്ടാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. ഞാൻ പ്രിഫർ ചെയ്യുന്നതും എണ്ണ ഒഴിച്ച് ചെയ്തെടുക്കുന്നതിനോടാണ്. ഇതും നന്നായിട്ട് റോസ്റ്റ് ആവുന്നത് വരെ ഇളക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. അതേ പാനിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ വെച്ച് വറ്റൽ മുളകും കാശ്മീരി മുളകും കറിവേപ്പിലയും 1 കഷ്ണം കായവും ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായി റോസ്റ്റായി വരട്ടെ. കായം നന്നായിട്ട് റോസ്റ്റായി വരുമ്പോൾ ഇത് പൊട്ടിച്ചെടുക്കാൻ പരുവത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ റെസിപ്പി ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഈ ചമ്മന്തിപ്പൊടി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പല ആളുകളും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ചില ചേഞ്ചസൊക്കെ വരുത്തി ഉണ്ടാക്കാറുണ്ട്. എനിക്കിത് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ചില ആളുകൾ ഇതിൽ അരി ചേർക്കാറില്ല. ചിലർ ഇതിൽ വെളുത്തുള്ളി ചേർക്കും, ചിലവർ ഇതിൽ കുരുമുളക് ചേർക്കും. ഞാനിതൊന്നും ചെയ്തിട്ടില്ല, അരി ചേർത്തിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ മുളക് ഇവിടെ ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതെല്ലാം ഒന്ന് ചൂടാറിയതിന് ശേഷം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. മുളകിൻ്റെ ഞെട്ടി പറിക്കാതെയാണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പൊടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിൻ്റെ ഞെട്ടി പറിച്ചെടുക്കണം. അപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിവിടെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മുളക് റോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ കായം ചൂടാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഇതാണ് എല്ലാത്തിൻ്റെയും കറക്റ്റ് പരുവം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഞാനെല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബാച്ചായിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡർ ആക്കണ്ട, ചെറിയൊരു തരിപ്പോട് കൂടി വേണം ഈ ഒരു പൗഡർ ഇരിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മുടെ ഇഡ്ഡലിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലൊന്നും തപ്പിപ്പോവേണ്ട. ഈ റെസിപ്പി ഫോളോ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ദോശയോ ഇഡ്ഡലിയോ ആണെങ്കിൽ ഇനി കറി എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. ഇതൊന്നും ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് കുറേ നാളത്തേക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇഡ്ഡലിപ്പൊടി ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ദോശ ആയാലോ. അപ്പോൾ ഞാനൊരു ദോശ ഉണ്ടാക്കിയിട്ട് വരാം. മാവ് ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ദോശ ചുടുന്നത്. ദോശയ്ക്ക് മീതെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മീതെ നമുക്ക് നമ്മുടെ ഇഡ്ഡലിപ്പൊടി വിതറി കൊടുക്കാം. ഇഡ്ഡലിപ്പൊടി ഞാൻ നന്നായിട്ട് തന്നെ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു കുട്ടി ദോശക്കൂട്ടി തയ്യാറാക്കാം. അതിൻ്റെ മേലെയും ഞാനിങ്ങനെ ഇഡ്ഡലിപ്പൊടിയും നെയ്യും തൂവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ഇങ്ങനെ ഇഡ്ഡലിപ്പൊടിയിൽ ഒരിത്തിരി നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം. ഇങ്ങനെ ഇഡ്ഡലിപ്പൊടിയുടെ കൂടെ എനിക്ക് നെയ്യോ ബട്ടറോ ആണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം? അപ്പോൾ ഇങ്ങനത്തെ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.